ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവകൾ മിക്കതും നിയമവിരുദ്ധമെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി വിധി. ഒക്ടോബർ 14-നുള്ളിൽ ട്രംപിന് സുപ്രീം കോടതിയെ സമീപിക്കാം. അതുവരെ വിധി പ്രാബല്യത്തിൽ വരില്ല എന്നും കോടതി അറിയിച്ചു. അതേസമയം കോടതി നിരീക്ഷണം തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്ക രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമെന്നാണ് അമേരിക്കൻ അപ്പീൽ കോടതിയുടെ വിധി. അടിയന്തര സാമ്പത്തിക സാഹചര്യത്തിലാണ് താരിഫുകൾ പ്രഖ്യാപിച്ചതെന്ന വാദം തള്ളിയ കോടതി ട്രംപിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ 14 ദിവസത്തെ സമയം നൽകി. അതുവരെ വിധി പ്രാബല്യത്തിൽ വരില്ലെന്നും കോടതി അറിയിച്ചു. അതേസമയം താരിഫ് വിഷയത്തിൽ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നെന്നും തീരുവ പിൻവലിച്ചാൽ അമേരിക്ക തകരുമെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. താരിഫിനെതിരായ നിലപാട് രാജ്യത്തെ സാമ്പത്തികമായി ദുർബലമാക്കുമെന്നും അവസാനം അമേരിക്ക തന്നെ വിജയിക്കുമെന്നും ട്രംപ് കുറിച്ചു. അടിയന്തര സാമ്പത്തിക സാഹചര്യത്തിൽ പ്രസിഡന്റിന് അസാധാരണ അധികാരം നൽകുന്ന നിയമപ്രകാരമാണ് രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയതെന്ന് ട്രംപ് കോടതിയെ അറിയിച്ചെങ്കിലും ഇത്തരത്തിൽ താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നാണ് കോടതി പറഞ്ഞത്. നിയമം നിർമ്മിക്കാനുള്ള അധികാരം അമേരിക്കൻ കോൺഗ്രസിനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ കമ്പനികളെയും രാജ്യത്തെ തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയാണ് താരിഫ് ചുമത്തിയതെന്ന് ട്രംപിന്റെ ന്യായീകരണം. എന്നാൽ താരിഫ് ചുമത്തിയത് നിയമവിരുദ്ധമാണെന്ന് മെയ് മാസം തന്നെ അന്താരാഷ്ട്ര വാണിജ്യ കോടതി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24.